ഹിന്ദു ഇതുവരെ സംഘടിച്ചിട്ടുണ്ടോ ആ ഒരു കാര്യത്തിൽ? ഒരു സംഘടനാ ബലം അവർക്കുണ്ടോ? ഇല്ല. ആ മല കയറുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇത്രയും കഷ്ടപ്പാടോടുകൂടി നമ്മളൊരു ഭഗവാനെ കാണുന്നുവെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ആ മല കയറി തളർന്ന് നമ്മുടെ അഹങ്കാരം, ഗർവ് എല്ലാം അവിടെ തീരും. ലോകത്തെ കാത്തു രക്ഷിക്കുന്ന നിന്നെ കൊള്ളയടിക്കാൻ ഒരിക്കലും അങ്ങനെ ചെയ്തവരാരും രക്ഷപ്പെടത്തില്ല എന്നുള്ളതാണ്. അതായത് പ്രകൃതിയുടെ രണ്ട് കണ്ണ് നമ്മൾ എവിടെ പോയിരുന്നാലും നമ്മളെ നോക്കൂലേ. ജനൻ ടി വി മാത്രമായിരുന്നു അതെല്ലാം ഒപ്പിയെടുത്തത്. ബാക്കി ഒരു ചാനലും ഭക്തർക്കൊപ്പം അല്ലായിരുന്നു. ഭഗവാന്റെ പിതാവിന്റെ സ്ഥാനത്തുള്ള ആള്, ഭഗവാനെ എന്നും കാണുന്ന ആള്, എന്നും ആരതി കൊടുക്കുന്ന ആള്. ചേച്ചി എന്നെ ഡെയിലി ഇവിടെ വിളക്ക് എത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ചേച്ചിയുടെ ഫീലിംഗ് അറിയാം. അപ്പൊ ആ തന്ത്രിക്ക് എന്തായിരിക്കും? രണ്ട് കണ്ണുകൾ ആ കോടതിയുടെ കണ്ണിന്റെ മുൻപിൽ നിന്നും ആ വിധിയിൽ നിന്നും ഒരാൾക്കും മാറി നിൽക്കാൻ സാധ്യമല്ല. ഈ പ്രകൃതി ആരാധന തന്നെയാണ് അവിടെ നിന്നത്. അവിടെ യക്ഷി പൂജ എന്ന് പറഞ്ഞുള്ള സംഭവം നടക്കുന്നുണ്ടായിരുന്നു. വനവാസി വിഭാഗങ്ങളുടെ പൂജ ഉണ്ടായിരുന്നു. അങ്ങനെ പല വിഭാഗത്തിൽപ്പെട്ട ആളുകളും അവിടെ നിന്ന് അവരുടെ ആചാരപ്രകാരമുള്ള പൂജകൾ ചെയ്യാനുള്ള അവകാശം കൊടുത്തിരുന്നു. അപ്പോൾ അത് എനിക്ക് തോന്നി അതൊരു വല്ലാത്തൊരു നമുക്ക് അനുഭവമായിരുന്നു. ഇന്ന് ബ്രാഹ്മണിക്കൽ പലരും പറയുന്നുണ്ട്, ബ്രാഹ്മണിക്കലാണ് അവരാണ് ഇതെല്ലാം താഴ്ത്തി എല്ലാവരും പറഞ്ഞു. പക്ഷെ അതൊരു മാറ്റം ഉണ്ടാക്കിയത് എനിക്ക് ഗോത്രവർഗക്കാരുടെ മുത്തപ്പൻ വെള്ളാട്ടെന്നും പറഞ്ഞൊരു ഒരു രീതി ഉണ്ടായി. ഞാനത് എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. മുത്തപ്പൻ വെള്ളാട്ട്, പിന്നെ കോലടി, കമ്പ്, എന്തെല്ലാം കലകളുണ്ടോ അതെല്ലാം അവിടെ അവതരിപ്പിക്കാനുള്ള വേദി ഉണ്ടായിരുന്നു. എല്ലാ ആളുകൾക്കും ഈശ്വരൻ എന്ന സങ്കല്പം നിഷിദ്ധമല്ല, എല്ലാവരും ഈശ്വരന്മാരാണെന്നുള്ള ഒരു ബോധം എല്ലാവരിലും വളർത്താനായിട്ട് ആ മഹാമേള സഹായിച്ചു എന്നുള്ളത്. ആരും വിഭിന്നരല്ല, ആരും വലിയവരല്ല, ആരും പ്രകൃതിയിൽ ഒന്നും ഇമ്പോർട്ടൻസ് ആർക്കും ഇല്ല. എല്ലാവരും ഒന്ന് തന്നെയാണ്. ഒരേപോലെ ഒരേ മനസ്സോടെ ഈശ്വരനെ ആരാധിക്കാൻ ഒരിടം, അങ്ങനാണ് അത് അവർ തെരഞ്ഞെടുത്തതെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായും അതില് ഇപ്പം ഇതില് രാഷ്ട്രീയം കാണുന്നവർക്ക് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. അവര് പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോൾ 26-ലായിരുന്നു മഹാമേള വെച്ചത്, 26-ല്. അപ്പം മീഡിയ വൺ ചർച്ച ചെയ്തതിൽ ഒരു പോയിന്റ് ഇതായിരുന്നു, 29-ല് ഇലക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായി 28-ല് വീണ്ടും ഇതിൻ്റെ വലിയൊരു മഹാമേള നടക്കും. അപ്പോൾ ഹിന്ദുക്കളുടെ ഏകീകരണം നടക്കും. അപ്പോൾ അവരുടെ രാഷ്ട്രീയമായിട്ട് അവർക്ക് ഒരുപാട് സ്വാധീനം ഉണ്ടാക്കാനാണ് ഇങ്ങനെയൊരു കർമ്മം അവിടെ ചെയ്തതെന്നൊക്കെ അവരിങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. ഇതൊന്നും നമ്മളാരും മുഖവിലേക്ക് എടുക്കുന്നില്ല. ഇനി അങ്ങനെ തന്നെ ആണെങ്കിൽ എന്താ കുഴപ്പം? ഹിന്ദു ഇതുവരെ സംഘടിച്ചിട്ടുണ്ടോ ആ ഒരു കാര്യത്തിൽ? ഹിന്ദുക്കൾ ഇതുവരെ ഒരു സംഘടനാ ബലം അവർക്കുണ്ടോ? ഇല്ല. ഒരാളും കവലപ്രസംഗം നടത്താറില്ല. ഞങ്ങളുടെ അമ്പലത്തിലേക്ക് വരൂ, ഞങ്ങളുടെ ദൈവം വലുതാണ്, ഞങ്ങളുടെ ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കാര്യങ്ങൾ നേടാം, ഞങ്ങളുടെ ദൈവം നിങ്ങളുടെ രോഗം ശാന്തിയാക്കും, ഞങ്ങളുടെ ദൈവം നിങ്ങൾക്ക് വേണ്ടുന്നെല്ലാം തരുമെന്നും പറഞ്ഞ് ഒരു ബ്രാഹ്മണനും അല്ലെങ്കിൽ ഒരു പോറ്റിയും ഒരു തിരുമേനിയും ഒരു കവലപ്രസംഗം ചെയ്യാറില്ല. ഇതിപ്പം മഹാമേളയിൽ ഇത്രയും ഹൈന്ദവരുടെ ഒരു സംഘടനാബലം കണ്ടതുകൊണ്ടുള്ള ഒരു ഭയപ്പാടിൽ അവർ പറഞ്ഞതാവാം ഹിന്ദു സംഘടിക്കണ്ടേ. പിന്നെ തീർച്ചയായിട്ടും ഇപ്പോഴും നമ്മുടെ എന്താ പറയുന്നത്, നമ്മൾക്ക് പരിപാവനമായിട്ട് നമ്മൾ കരുതുന്ന ഓരോ ക്ഷേത്രങ്ങളിലൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ മനസ്സ് വ്യഥപൂണ്ട് വിഷമിച്ചിരിക്കുന്നവരാണ് നമ്മൾ. അതിനൊക്കെ ഒരു മാറ്റം വരണ്ടേ? ഇതെല്ലാം നമ്മുടേതല്ല, നമ്മുടെ ഭഗവാന്റെ സ്വത്തൊന്നും നമുക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കാനുള്ളതല്ല. ഇതെല്ലാം ഭക്തർക്ക്, വാസ്തവത്തിൽ ഭക്തരായ ജനങ്ങൾക്ക്, കഷ്ടത അനുഭവിക്കുന്നവർക്ക് വേണ്ടിയൊക്കെ ഇത് ഉപകാരപ്പെടണം. നമ്മുടെ ധനമെന്ന് പറയുന്നത് പരസ്പരം സഹായിച്ചും പരസ്പരം സ്നേഹിച്ചും ഒക്കെയാണ് നമ്മൾ കഴിയേണ്ടത്. ചേച്ചി ഇപ്പോൾ ശബരിമല ദർശനത്തിന് പോയിരുന്നു, ആദ്യമായിട്ടാണോ പോയത്? ഞാൻ ആദ്യമായിട്ടാണ് പോയത്. അപ്പം ഞാൻ ആ ഫോട്ടോസ് കണ്ടു. എന്ത് തോന്നി അവിടെ ശബരിമല ചെന്നപ്പോൾ? എന്ത് തോന്നി? ശബരിമല എന്ന് പറയുന്ന സ്ഥലം, എൻ്റെ ദൈവമേ, ആ കരിമല നീലിമലയൊക്കെ കയറുന്ന ഒരു ആളെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് ഈശ്വരൻ എല്ലായിടത്തും ഉണ്ട്, പിന്നെ എന്തിനാണ് നമ്മൾ ശബരിമല കയറി ചെന്ന ആ ഒരു സ്ഥലത്ത് ചെന്ന ഭഗവാനെ കാണുന്നതെന്ന് ഒരു ചോദ്യം എല്ലാവരും ചോദിക്കാം. ആ മല കയറുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇത്രയും കഷ്ടപ്പാടോടുകൂടി നമ്മളൊരു ഭഗവാനെ കാണുന്നുവെങ്കിൽ ജീവിതത്തിൽ താണ്ടാൻ ഒരുപാട് പ്രതിസന്ധിയും ഘട്ടങ്ങളും ഉണ്ട്. അതൊക്കെ കടന്നു ചെന്നാൽ മാത്രമേ ഒരു പരിപൂർണമായ ഒരു സന്തോഷം, സമാധാനം നമ്മൾക്ക് ലഭിക്കുള്ളൂ. അത് താണ്ടാനുള്ള മാനസികമായ ബലവും ശക്തിയും നമ്മൾ നേടിയെടുക്കണം ഈ ഭൂമിയിൽ. നമുക്ക് അല്ലാതെ എല്ലാം ഒന്നും വളരെ സ്മൂത്തായിട്ട് നമുക്ക് കിട്ടത്തില്ല.
എല്ലാം നമ്മൾ ഈ കൈ നീട്ടിയാൽ ഉടനെ കിട്ടുന്ന രീതിയിലല്ല പ്രകൃതി ഒരുക്കിയിരിക്കുന്നത്. പ്രകൃതിയെ നമുക്ക് കിട്ടണമെങ്കിൽ അത് നമ്മൾ കഷ്ടപ്പെടണം, പ്രയാസപ്പെടണം. അത് മനുഷ്യനെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഭഗവാൻ അവിടെ പോയിരിക്കുന്നത്. അതൊന്ന്. പിന്നെ പ്രകൃതിയുടെ ഏറ്റവും പ്രത്യക്ഷമായിട്ടുള്ള ഒരു രൂപമാണ് അവിടെ ഇരിക്കുന്ന ഭഗവാൻ എന്ന് പറയുന്നത്. ഒരു ഭഗവാനായിട്ട് നമ്മൾ കാണുന്നില്ലെങ്കിൽ പോലും മറ്റുള്ളവര് നമ്മൾ മനസ്സിലേറ്റുന്ന ഒരു ഭഗവാൻ അവിടെ ആ ഒരു രീതിയിൽ അവിടെ ഇരിക്കുന്നു എങ്കിൽ, ഒരു യോഗിയായിട്ടിരിക്കുന്നുവെങ്കിൽ, നമ്മളവിടെ കയറി ചെല്ലുമ്പോൾ ഭഗവാൻ പറയുന്ന നീ തന്നെയാണ് ഞാനും, ഞാൻ തന്നെയാണ് നീയും എന്നുള്ള തത്വം അതറിയുവാൻ വേണ്ടി ഈ മല കയറി ചെല്ലേണ്ട ആവശ്യമുണ്ടോ? മല കയറണമെന്നുണ്ടെങ്കിൽ ആ ഒരു ആയാസം അനായാസമായിട്ട് കയറാൻ, ആ ആയാസത്തെ അനായാസമാക്കി കയറുവാനുള്ളൊരു മനസ്സ് മനുഷ്യനുണ്ടാവണം എന്ന് പറയുന്നത് നമ്മൾ ഫുള്ളി സറണ്ടർ ആവുക ദൈവത്തിന് മുൻപിൽ, അല്ലേ? അവിടെ ചെന്ന് കഴിയുമ്പം നമ്മൾ ആരും ഒന്നും അല്ല. അവിടെ ചെല്ലുമ്പോൾ ആ മല കയറി തളർന്ന് നമ്മുടെ അഹങ്കാരം, ഗർവ് എല്ലാം അവിടെ തീരും, അല്ലേ? ശരീരബോധവും ഇല്ല. നമ്മള് ശരിക്കും നമ്മൾ എന്തൊക്കെയോ ആണെന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന, നീ ഒന്നും അല്ല, നിനക്കൊരു മല കയറാനുള്ള ഒരു ആയാസം, ഒരു ആരോഗ്യം പോലും നിനക്കില്ല എന്നുള്ള ഒരു തോന്നൽ മനുഷ്യൻ ഉണ്ടാകും. അവിടെ ചെല്ലുമ്പോൾ എല്ലാം ഭഗവാന്റെ മുന്നിൽ സറണ്ടർ ചെയ്ത്, എൻ്റെ ഭഗവാനെ ഞാൻ നിൻ്റെ മുമ്പിൽ ഒന്നും അല്ല എന്നൊരു തോന്നലെങ്കിലും ഉണ്ടാവണം ശബരിമലയിൽ ചെല്ലുമ്പോൾ. തീർച്ചയായിട്ടും. ഇപ്പോൾ വിവാദങ്ങളൊക്കെ അറിയാലോ ശബരിമലയിൽ ഇപ്പോൾ ചേച്ചിക്ക് ആ പാളി കാണാൻ പറ്റിയുള്ളൂ, എനിക്ക് അറിയില്ല. ഞാൻ നല്ലോണം നോക്കി. പാളി ഉണ്ടായിരുന്നു അവിടെ? സ്വർണ്ണപ്പാളി ഉണ്ടായിരുന്നോ? സ്വർണ്ണപ്പാളി അവിടെ സ്വർണ്ണമാണ് പൂശിയതാണോ എന്തോ ആണോ ഞാനത് നോക്കിയിട്ട് ഞാൻ ഭഗവാനോട് എനിക്ക് പ്രാർത്ഥിച്ചത്, ഞാൻ ഒറ്റ ഭാഗ്യം, എൻ്റെ ഭഗവാനെ നീ ഇത്രയും ലോകത്തെ കാത്തു രക്ഷിക്കുന്ന നിന്നെ കൊള്ളയടിക്കാൻ നിന്നെ മുതൽ കേൾക്കാം. പക്ഷെ അത് ഒരിക്കലും അങ്ങനെ ചെയ്തവരാരും രക്ഷപ്പെടത്തില്ല എന്നുള്ളതാണ്. ഈ നിയമത്തിന്റെ മുന്നിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടാലും അവരുടെ മനസാക്ഷി കുത്തുണ്ടാവത്തില്ല അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ. പ്രകൃതിയുടെ കയ്യിൽ നിന്ന് ഈ നീതിയുടെ കോടതി, അതായത് പ്രകൃതിയുടെ രണ്ട് കണ്ണ് നമ്മൾ എവിടെ പോയിരുന്നാലും നമ്മളെ നോക്കൂലേ. മനസാക്ഷി കുത്തെന്ന് പറയുന്നത് ആ മനസാക്ഷി തന്നെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. ഈ പാളി കൊണ്ടുപോയപ്പോഴും പലരും പ്രതികളാണെന്നും തന്ത്രി പ്രതിയാണെന്നും അവസാനം തന്ത്രി ഒടുവിൽ ഇറങ്ങി തന്ത്രി പറഞ്ഞ ഒരു ശാപവാക്ക് പോലെ കിടക്കുന്നുണ്ട് അവിടെ. തന്ത്രി അറിയാത്ത കാര്യത്തിന് സ്ത്രീ പ്രവേശന സമയത്ത് തന്ത്രിയാണ് കൂടുതൽ എതിർത്തത്. വർഷത്തിൽ 365 ദിവസവും നട തുറക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്ത്രി അതിനെ എതിർത്തു. കാര്യം 2 മാസമാണ് അവിടുത്തെ വിധി പറയുന്നത്. അപ്പോൾ ഈ സർക്കാരുകളോ ദേവസ്വം ബോർഡോ ഒക്കെ ബിസിനസ് ആക്കുമ്പോൾ അതൊരു ആചാരമാക്കി കൊണ്ടുപോകാൻ തന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് അവിടെ. ജനം ടി വിയിൽ അന്ന് ഞാൻ ഇരുന്ന സമയത്ത് ആചാര ലംഘനം നടന്ന സമയത്ത് എനിക്ക് അവിടെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ജനം ടി വി മാത്രമായിരുന്നു അതെല്ലാം ഒപ്പിയെടുത്തത്. ബാക്കി ഒരു ചാനലും ഭക്തർക്കൊപ്പം അല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിൽ ഞാൻ ഇപ്പോഴും അഭിമാനം കൊള്ളുകയാണ്. കാര്യം ഞാനും ഭക്തനാണ്, ഞാനും ഭക്തർക്കൊപ്പമാണ്, പ്രകൃതിക്കൊപ്പമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ തന്ത്രി എടുത്ത നിലപാടുകൾ, അന്നെടുത്ത നിലപാടുകൾക്കെതിരെയായിരുന്നു അദ്ദേഹത്തിന് ഇപ്പോൾ വന്ന ഈ പ്രശ്നങ്ങളെല്ലാം. ഒരു ഭഗവാനെ ചെയ്തിട്ടുള്ളത് ആരാണെന്ന് അവരവർക്ക് തന്നെ അറിയാമല്ലോ. ഞാൻ എന്താണെന്ന് എനിക്കല്ലേ അറിയത്തുള്ളൂ. അതെ അതെ. ഭഗവാന്റെ പിതാവിൻ്റെ സ്ഥാനത്തുള്ള ആള്, ഭഗവാനെ എന്നും കാണുന്ന ആള്, എന്നും ആരതി കൊടുക്കുന്ന ആള്. ചേച്ചി എന്നെ ഡെയിലി ഇവിടെ വിളക്ക് എത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ചേച്ചിയുടെ ഫീലിംഗ് അറിയാം. അപ്പൊ ആ തന്ത്രിക്ക് എന്തായിരിക്കും, അദ്ദേഹത്തിന്റെ ഉള്ളിൽ അദ്ദേഹം അത് ചെയ്യത്തില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം അവർക്കൊന്നും അതങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ദക്ഷിണ കൊടുക്കുന്ന പൈസ അദ്ദേഹം കൊണ്ടുപോകുന്നുണ്ടാവാം, അത് അദ്ദേഹത്തിന് അവകാശപ്പെട്ടതല്ലേ, കൊണ്ടുപോകുന്നുണ്ടാകാം. പക്ഷെ ഭഗവാന്റെ മുതല് ഒളിച്ചു കടത്തി അന്ന് എനിക്ക് അതിനെക്കുറിച്ച് ശരിയായ ഒരു ഭഗവാനെ ഭഗവാനെ പൂജിക്കുന്ന ഒരാളാണ്, ഒരിക്കലും അത് ആരും ചെയ്യില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. തീർച്ചയായിട്ടും ആ വിശ്വാസം തന്നെയാണ്. നമ്മളൊരു ക്ഷേത്രത്തിൽ പോയാലും അവിടുത്തെ മണ്ണ് പോലും അവിടെ കാലിൽ നിന്ന് അവിടെ തട്ടിയിട്ടേ പോരാറുള്ളൂ. കർമ്മം. അതെ, നമുക്കൊരു ആ ഒരു രീതി പോലും ഒരു കർമ്മദോഷം നമ്മുടെ ഉള്ളിൽ വരരുതെന്ന് ചിന്തിക്കുന്നു. ഒരു നെൽമണി പോലും അല്ലെങ്കിൽ ഒരു മണ്ണിന്റെ തരി പോലും. അതാ രാജേഷ് ഞാൻ പറഞ്ഞത്, ആ മല കയറുന്ന ഒരാളും വാസ്തവത്തിൽ എല്ലാവരും എല്ലാ മാസത്തിലും ഒരിക്കലും ഒന്ന് മല കയറണം. നമ്മുടെ ഗർവമൊക്കെ ഒന്ന് അവസാനിക്കാൻ അത് ഏറ്റവും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. നമ്മുടെ അഹങ്കാരം എല്ലാം ഒന്ന് ശമിച്ച് നമ്മൾ വെറും ഒരു തൂവലായിട്ട് ആ മലയുടെ മേളിൽ പോയിരുന്ന ഭഗവാനെ കണ്ട് പ്രാർത്ഥിച്ച്. ഞാനിപ്പോൾ പോയപ്പം പിന്നെ ഭഗവതി സേവയ്ക്ക് അവിടെ മാളികപ്പുറത്ത് അമ്മയുടെ ഭഗവതി സേവയുടെ നടക്കുന്നത് വേറൊരു റൂമിലാണ്. അവിടെ തിരുമേനിയോടൊപ്പം ഞങ്ങൾ എല്ലാവരും ഇരുന്ന് ലളിതാ സഹസ്രനാമം ചൊല്ലിയിട്ടാണ് വന്നത്. അതിനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. അപ്പം
ആ മല കയറി ചെന്ന് അവിടെ ഇരുന്ന് ചൊല്ലാൻ നമ്മളെ നിയോഗിച്ചെങ്കിൽ ഈ പ്രകൃതിക്കൊരു കണ്ണുണ്ട് എല്ലാവരിലും. എന്തായാലും ആദ്യത്തെ എന്താണ് ചെയ്യുന്നത്? മല ചവിട്ടലാണ്. ആദ്യത്തെ മലയോട്ടലാണ്. അത് ഭയങ്കര ഭാഗ്യമായി. എനിക്കിനി എല്ലാ മാസവും പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം എൻ്റെ അഹങ്കാരങ്ങളും ഗർവുകളൊക്കെ അവിടെ അലിഞ്ഞു തീരട്ടെ. ഞാനൊരു സാധാരണ സ്ത്രീയാണ് എന്നുള്ളൊരു തോന്നൽ എപ്പോഴും 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 എൻ്റെ ഉള്ളിലുണ്ടാവട്ടെ. ആ മലയിൽ ആ തലയിൽ ആ കെട്ടും വെച്ച് നമ്മുടെ പ്രാരാബ്ദങ്ങളൊക്കെ നമ്മൾ ചുമന്നുകൊണ്ട് ആ മലയിൽ കയറി ആ ഭഗവാന്റെ സന്നിധിയിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇതൊക്കെ ഒരു അനുഭവമാണ് ജീവിതത്തിൽ. തീർച്ചയായും പ്രകൃതിയെ അറിയാനുള്ള ഒരു അനുഭവം, അതാണ് പ്രകൃതി എന്ന് പറയുന്നത്. അതിനോടാണ് മനുഷ്യൻ വെല്ലുവിളിക്കുന്നത്. ഈ വിവാദങ്ങളെല്ലാം ഇങ്ങനെ നിൽക്കുമ്പോഴും ഈ ചേച്ചി പറഞ്ഞതുപോലെ രണ്ട് കണ്ണുകൾ നമ്മളെ തീർച്ചയായിട്ടും ലക്ഷ്യമിട്ടിട്ടുണ്ട്. അത് അറിയണം. ആ കോടതിയുടെ കണ്ണിന്റെ മുൻപിൽ നിന്നും ഒരാൾക്കും, ആ വിധിയിൽ നിന്ന് ഒരാൾക്കും മാറി നിൽക്കാൻ സാധ്യമല്ല.